ശ്രീ AK ആന്റണി, ഒരു കാലഘട്ടത്തിൻ്റെ നേതാക്കളാണ്, ഒരു കാലഘട്ടത്തിൻ്റെ സമൂഹത്തെ നയിച്ച ഏറ്റവും സമുന്നതനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നു അങ്ങ് VS അച്യുതാനന്ദനെ? ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ചൂഷണം ചെയ്തവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ച കേരളം കണ്ട ഏറ്റവും വലിയ ജനനേതാക്കളിൽ, സമര നേതാക്കളുടെ ഒരാളാണ് അന്തരിച്ച സഖാവ് VS. ഇന്നലെ മുതൽ SUT ആശുപത്രിയിൽ നിന്ന് AKG സൈഡിലേക്കും ഇന്ന് ദർബാർ ഹാളിലേക്കും ഇപ്പോൾ വഴുതികളെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടക്കുന്ന തെരുവോരങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളും അവരുടെ ആവേശവും അവരുടെ ദുഃഖവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ തെളിവാണ് സഖാവ് VSൻ്റെ ജനപ്രീതി. സഖാവ് VSനെ കേരളത്തിലെ ജനങ്ങൾ കക്ഷിഭേദമന്യേ എത്രമാത്രം ഇഷ്ടപ്പെട്ടുന്നത് ഞാൻ എൻ്റെ ഓർമ്മകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ KSU പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ 64 കുട്ടനാടൻ പാടശേഖരങ്ങൾ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ അവർ പുലർച്ചെ മുതൽ അന്തി വരെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരുന്നു. കിട്ടുന്ന കൂലി, തുച്ഛമായ കൂലി, അവമാനം. അങ്ങനെയുള്ള കുട്ടനാട്ടിൽ അവിടുത്തെ കർഷക തൊഴിലാളികൾ മനുഷ്യരായി ജീവിക്കുവാനും ഒക്കെ മാനം കാക്കാനും കഴിഞ്ഞത് അതിന് പ്രധാനമായി പങ്കുവഹിച്ച ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടന കുട്ടനാട്ടിൽ രൂപീകരിച്ചത്. അന്നാണ് ഞാൻ അദ്ദേഹമായി ആദ്യമായി പരിചയപ്പെടുന്നത്. ആ പരിചയം അവസാന നാളുകളോടെ ഞാൻ വെച്ച് പുലർത്തിയിരുന്നു. ഊഷ്മളമായ ബന്ധം ആളുകളുണ്ടായിരുന്നു. AKGക്ക് ശേഷം സമരങ്ങളുടെ മുമ്പിൽ, എല്ലാ ജനകീയ സമരങ്ങളുടെ മുമ്പിൽ നിന്നും ഏറ്റവും വലിയ സമര പോരാളി തീർച്ചയായും VS ആണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമരങ്ങളിലും, കർഷക തൊഴിലാളി സമരം, കയർ തൊഴിലാളി സമരം, അതുപോലെ നിരവധി സമരങ്ങളിൽ അദ്ദേഹം ത്യാഗോജ്വലമായ നിലയിൽ പ്രവർത്തിക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ അവസരത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് ഏറ്റവും അവിസ്മരണീയമായ പോരാട്ടങ്ങൾ. 80-ാം വയസ്സിൽ അദ്ദേഹം മതികെട്ടാൻ മലയിലെ കയ്യേറ്റങ്ങൾ കേട്ടപ്പോൾ ആ കാടും മലയും കടന്നു കയറാൻ തയ്യാറാകുകയുണ്ടായി. അതുപോലെ മൂന്നാറിലെ പെമ്പുഴ ഒരുമ നടത്തിയ സമരത്തിൽ ഒരു ദിവസം മുഴുവൻ അനാരോഗ്യം ഭാവിക്കാതെ അദ്ദേഹം പങ്കെടുത്ത കാര്യം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ശ്രീ AK ആന്റണി, ജനകീയ സമരങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ കാലഘട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരാളായി VS മാറുന്ന സമയത്ത്, അങ്ങും ഭരണത്തിലിരുന്ന സമയമാണ്. നിയമസഭയിലടക്കം അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അങ്ങ് ഓർത്തെടുക്കുമോ? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൽ ഉയർന്നു വന്ന എല്ലാ ജനകീയ പ്രശ്നങ്ങളും അസംബ്ലിയിൽ വളരെ പോരാട്ട വീരതയോടുകൂടി അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് ഭരിച്ച എൻ്റെ ഗവൺമെൻറ്റാണെങ്കിലും, കരുണാകരൻ ഗവൺമെൻറ്റാണെങ്കിലും, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണെങ്കിലും അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്കെതിരായി പോരാട്ടം നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ദയാദാക്ഷിണ്യവും ഗവൺമെൻറ് കാണിക്കാൻ തെറ്റായിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അനുഭവം, അങ്ങനെ അസംബ്ലിക്കകത്തും പുറത്തും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഗവൺമെൻറ്റിനോട് വളരെ വിട്ടുവീഴ്ചയില്ലാതെ, വളരെ ദയയില്ലാതെ നിലയിൽ പെരുമാറുമ്പോഴും പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അണിയറയിൽ ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയത്. പല പ്രശ്നങ്ങളും പൊട്ടിത്തെറിയിലേക്കും കലാപത്തിലേക്കും നീങ്ങാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എനിക്കറിയാം. അദ്ദേഹം നേരിട്ട് ഇടപെടുത്തില്ല. അദ്ദേഹം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
കോടിയേരി ബാലകൃഷ്ണനെയാണ് അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഉമ്മൻചാണ്ടിയെയും ആര്യാടൻ മുഹമ്മദിനെയും നിയോഗിക്കും. അങ്ങനെ അസംബ്ലിക്കകത്തും പുറത്തും ഗവൺമെൻറ്റിനെ കടന്നാക്രമിക്കുകയും ക്രൂരമായി കടന്നാക്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അണിയറയിൽ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് പോകാതെ സമാധാനപരമായി രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനാണ് ഞാൻ കണ്ടിട്ടുള്ളത്.